നമസ്കാരം. ഇന്ന് 2026 ജനുവരി 27 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബഹ്റൈൻ മന്ത്രിസഭായോഗം അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങളെ പ്രശംസിച്ചു. യൂണിഡോ 2026 അറബ് യുവ സംരംഭക തലസ്ഥാനമായി മനാമയെ തിരഞ്ഞെടുത്തതിനെയും സ്വാഗതം ചെയ്ത യോഗം സൈപ്രസുമായി വിവിധ മേഖലകളിൽ 9 കരാറുകളിൽ ഒപ്പിട്ടതിനെയും എംബസി ആരംഭിച്ചതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ആരോഗ്യ നിയമങ്ങളിലെ ഭേദഗതികൾക്കും വികസന പദ്ധതികൾക്കുമായി വിവിധ മന്ത്രാലയങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് യോഗം അംഗീകാരം നൽകി. ധാതു സംസ്കരണത്തിൽ അമേരിക്കയുമായുള്ള സഹകരണം, വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ ധാരണാപത്രങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിച്ച മന്ത്രിസഭ ദാവോസ് സാമ്പത്തിക ഫോറത്തിലെ ബഹ്റൈൻ്റെ പങ്കാളിത്തത്തെയും പ്രശംസിച്ചു. ഭാരതത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി മനാമയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങ് സംഘടിപ്പിച്ചു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പുല്ലാങ്കുഴൽ സംഗീതവും ഇൻഡോ ബഹ്റൈൻ ഫ്രണ്ട്ഷിപ്പ് പെയിന്റിംഗ് എക്സിബിഷനും ശ്രദ്ധേയമായി. പാർലമെന്റ് അംഗങ്ങൾ, നയതന്ത്ര പ്രതിനിധികൾ, പ്രമുഖ വ്യവസായികൾ, പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാക്കൾ തുടങ്ങി 400-ലധികം വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ സ്കൂൾ ഈസാ ടൗൺ ക്യാമ്പസിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണൽ വർഗീസ് ദേശീയ പതാക ഉയർത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്കൂൾ ബാൻഡ് എന്നിവരുടെ പരേഡ് ചടങ്ങിനെ ഗാംഭീര്യമേകി. തുടർന്ന് ജഷന്മൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. CBSE ഗൾഫ് സഹോദയ ടോപ്പേഴ്സ് അവാർഡുകൾ, സ്പോർട്സ് അവാർഡുകൾ, സ്കൂൾ ബാൻഡ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരങ്ങൾ എന്നിവ വിശിഷ്ടാതിഥികൾ സമ്മാനിച്ചു. ജൂനിയർ, സീനിയർ വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ദേശഭക്തി ഗാനങ്ങളും അരങ്ങേറി. സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ബോർഡ് അംഗം ബോണി ജോസഫ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, പമേല സേവ്യർ, വൈസ് പ്രിൻസിപ്പൽമാർ, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ സംബന്ധിച്ചു. ബഹ്റിനിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ഈ ജനുവരിയിൽ മാത്രം 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിലായി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ഹൈവേയിൽ കാർ മറിഞ്ഞ് ബുദയ്യ സ്വദേശി ജുമാ അൽ ദോസിനി മരണപ്പെട്ടു. ഈ മാസം മനാമയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യൻ യുവതിയും, ഇസ ടൗണിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഏഷ്യൻ സ്വദേശിയും, സഖീറിലുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളും മരണമടഞ്ഞു. അമിത വേഗതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കും വേഗത പരിധി ലംഘിക്കുന്നവർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 2022 മുതൽ 2025 വരെയുള്ള 3 വർഷങ്ങളിൽ ആകെ 172 പേർക്കാണ് വാഹനാപകടത്തിൽ ബഹ്റൈനിൽ ജീവൻ നഷ്ടമായത്. ബഹ്റൈനിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ 2026-27 വർഷത്തേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്മിത ജെൻസന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരവാഹികളെയാണ് തിരഞ്ഞെടുത്തത്. സ്മിത ജെൻസൺ പ്രസിഡന്റ്, സുനന്ദ ഗെയ്ക്വാദ് വൈസ് പ്രസിഡന്റ്, ശീതൽ ഷാ ട്രഷറർ, സർമിഷ്ഠ ഡേ ജനറൽ സെക്രട്ടറി, ടെസ്സി ചെറിയാൻ PR സെക്രട്ടറി, മീന താക്കർ എന്റർടൈൻമെന്റ് സെക്രട്ടറി, വിജയലക്ഷ്മി മെമ്പർഷിപ്പ് സെക്രട്ടറി, ഹിൽഡ ലോബോ ഓപ്പറേഷൻ സെക്രട്ടറി, മീന ഭാട്ടിയ ആക്ടിവിറ്റി സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച കോഴിക്കോട് ഫെസ്റ്റ് 2K26 ഇന്ത്യൻ ക്ലബ്ബിൽ അരങ്ങേറി. നോർത്തേൺ ഗവർണറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹെഡ് ഇസ അൽ ഖയാറ്റ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും സ്റ്റാർ മാജിക് താരവുമായ ഷാഫി കൊല്ലം, ഗായിക സ്മിത, വിജിത, ശ്രീഷ്മ, വിശ്വ, റിനീഷ് കലാഭവൻ തുടങ്ങിയവർ നയിച്ച സംഗീത നൃത്തവിരുന്ന് കാണാൻ വൻ ജനപ്രവാഹമാണെത്തിയത്. ജനറൽ സെക്രട്ടറി ജോജിഷ് മേപ്പയ്യൂർ സ്വാഗതം പറഞ്ഞു. ബഹ്റൈനിലെ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഫെസ്റ്റിൽ പങ്കെടുത്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
കൊല്ലം പ്രവാസി അസോസിയേഷന്റെ വനിതാ വിഭാഗമായ പ്രവാസി ശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച CPR പരിശീലന ക്ലാസ് ശ്രദ്ധേയമായി. ഉമ്മൽ ഹസം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്ലാസ്സിൽ 45-ൽ പരം വനിതകൾ പങ്കെടുത്തു. അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പ്രഥമ ശുശ്രൂഷാ രീതികൾ പരിചയപ്പെടുത്താനാണ് പരിപാടി സംഘടിപ്പിച്ചത്. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ശ്രീ ചെയർപേഴ്സൺ പ്രദീപ അരവിന്ദ് അധ്യക്ഷത വഹിച്ചു. പരിശീലനം നയിച്ച കിംസ് ഹെൽത്ത് ട്രെയിനർ ഹെഡ് ദിവ്യയ്ക്ക് KPAയുടെ ഉപഹാരം കൈമാറി. അഞ്ജലി രാജ് സ്വാഗതവും ബ്ലസ്സി ജി നന്ദിയും പറഞ്ഞു. KPA ഭാരവാഹികളായ പ്രശാന്ത് പ്രബുദ്ധൻ, കോയിവുള മുഹമ്മദ് കുഞ്ഞ്, മനോജ് ജമാൽ, അനിൽകുമാർ, രജീഷ് പട്ടാഴി, ഷാമില ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് ഹെഡ്മാരായ ഷാനി നിസാർ, ആൻസിയ ആസിഫ്, നസീമ ഷഫീഖ്, റസീല മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. അൽഫുർഖാൻ സെന്റർ മലയാളം വിഭാഗത്തിന്റെ 2026-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സൈഫുള്ള ഖാസിമിനെ പ്രസിഡന്റായും മനാഫ് CKയെ ജനറൽ സെക്രട്ടറിയായും നൌഷാദ് PPA ട്രഷററായും തിരഞ്ഞെടുത്തു. സൈഫുള്ള ഖാസിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുഹൈൽ മേലടി പ്രവർത്തന റിപ്പോർട്ടും മനാഫ് CK സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അജ്മൽ മദനി ദമാം ഉദ്ബോധനം നടത്തി. ഫിറോസ് ഒതായി തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. അബ്ദുൽ മജീദ് തെരുവത്ത്, മൂസ സുല്ലമി, ബഷീർ മദനി എന്നിവരാണ് അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ. വൈസ് പ്രസിഡന്റുമാരായി സുഹൈൽ മേലടി, ഷറഫുദ്ദീൻ, അബ്ദുൽ അസീസ്, അബ്ദുൾ റംദാൻ ദീവാൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി അബ്ദുൾ സലാം ബേപ്പൂർ, ഹിഷാം കുഞ്ഞഹമ്മദ്, ഫിറോസ് ഒതായി, ഇക്ബാൽ അഹമ്മദ് എന്നിവരെയും നിശ്ചയിച്ചു. യുവജന വിഭാഗം പ്രസിഡന്റായി ആരിഫ് അഹമ്മദിനെയും സെക്രട്ടറിയായി അബ്ദുൽ ബാസിത്തിനെയും തിരഞ്ഞെടുത്തു. മുഹമ്മദ് ഷാനിദ്, സഹീദ് പുഴക്കൽ തുടങ്ങി 15 പേർ വിവിധ വകുപ്പുകളുടെ ചുമതലയേറ്റു. അബ്ദുസലാം ബേപ്പൂർ സ്വാഗതവും മനാഫ് CK നന്ദിയും പറഞ്ഞു. ഉള്ളികൾക്കുള്ളിൽ ഒളിപ്പിച്ച് 1.5 ടണ്ണിലധികം പാൻ മസാല ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ ഇന്ത്യൻ വ്യാപാരി കോടതിയിൽ വിചാരണ നേരിടുന്നു. സമുദ്രമാർഗം എത്തിയ ഷിപ്മെന്റിൽ നിന്ന് 20,000 ദിനാറോളം വിലമതിക്കുന്ന നിരോധിത ഉൽപ്പന്നങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. ഉള്ളിയുടെ അസാധാരണ വലിപ്പത്തിൽ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ഉള്ളിക്കുള്ളിൽ തൂമ്പ കണ്ടെത്തിയത്. മറ്റൊരാളുടെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ചരക്കിറക്കുമതി ചെയ്ത പ്രതി കസ്റ്റംസ് തീരുവയും വാറ്റും ഉൾപ്പെടെ വലിയ നികുതി വെട്ടിക്കാനും ശ്രമിച്ചു. ചരക്ക് കൈപ്പറ്റാനെത്തിയ പ്രതിയെ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് വലയിലാക്കിയത്. 2010 മുതൽ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ബഹ്റിനിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. ബഹ്റിനിൽ 10 കിലോയിലധികം മയക്കുമരുന്നുമായി 3 വനിതകളടക്കം 7 പേരെ അധികൃതർ പിടികൂടി. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ 1,60,000 ബഹ്റിനി ദീനാറിലധികം വിലമതിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ച് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ വിവിധ പരിശോധനകളിലാണ് പ്രതികൾ വലയിലായത്. ലഹരിക്കടത്തിനെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. മയക്കുമരുന്ന് കൈവശം വച്ചിരുന്ന സമയത്താണ് വിവിധ രാജ്യക്കാരായ പ്രതികളെ പിടികൂടിയത്. പിടിച്ചെടുത്ത വസ്തുക്കൾ കസ്റ്റഡിയിലെടുക്കുകയും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. ലഹരിക്കടത്തിനെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.